സോ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ആണ്. സോ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ഇസ് എ സ്റ്റാറ്റുറ്ററി എപെക്സ് ബോഡി ഇൻ ദ ഫീൽഡ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാറ്റുറ്ററി എപെക്സ് ബോഡീനെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എന്ന് പറയാം. ഒരു സ്റ്റാറ്റുറ്ററി എപെക്സ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ്സ് എ ഹയർ ലെവൽ ഓർഗനൈസേഷൻ, റെഗുലേറ്ററി ഓർഗനൈസേഷൻ വിച്ച് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ലോ. അപ്പോൾ ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് UGC എന്ന് പറയുന്ന. നെക്സ്റ്റ് വൺ, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 28 ഡിസംബർ 1953 അതുപോലെ തന്നെ ഇത് സ്റ്റാറ്റുറ്ററി ഓർഗനൈസേഷനായി മാറിയത് 1956 പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് അതുപോലെ തന്നെ ഹയർ ലെവൽ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഒരു അഡ്വൈസറി ബോഡി ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഹയർ എഡ്യൂക്കേഷനിൽ വരുന്ന ഇഷ്യൂസ്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനൊരു അഡ്വൈസറി ബോഡി, അതിനകത്ത് അഡ്വൈസ് കൊടുക്കുന്ന ഒരു ബോഡി ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ഇതിന് 6 റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട്. അത് പൂനെയിൽ, ഹൈദരാബാദിൽ, കൊൽക്കത്ത, ഗുവാഹത്തി, അതുപോലെ തന്നെ ഭോപ്പാൽ ആൻഡ് ബാംഗ്ലൂർ. ഇതാണ് ബേസിക്കലി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന് പറയാം. അപ്പം ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാറ്റുറ്ററി എപെക്സ് ബോഡിയാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് എക്സിസ്റ്റൻസ്ഡ് ആയ വർഷം എന്ന് പറയുന്നത് 28 ഡിസംബർ 1953 ഇത് സ്റ്റാറ്റുറ്ററി ഓർഗനൈസേഷൻ ആയത് 1956 അതുപോലെ തന്നെ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ ഹയർ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഒരു അഡ്വൈസറി ബോഡി ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. 6 റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട്. അത് പൂനെയിൽ, ഹൈദരാബാദിൽ, കൊൽക്കത്തയിൽ, ഗുവാഹത്തിയിൽ, പിന്നെ ഭോപ്പാലിൽ, ബാംഗ്ലൂരിൽ. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കാം, UGCയുടെ ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു കോർഡിനേറ്റ്, ഡിറ്റർമിൻ ആൻഡ് മെയിൻറ്റെയിൻ ദി സ്റ്റാൻഡേർഡ്സ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടു എൻഷുർ ദ ക്വാളിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കീപ്പിംഗ് ഇൻ ദ വ്യൂ നീഡ്സ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ നീഡ്സിനനുസരിച്ചിട്ട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ഡെവലപ്പ് ദ യൂണിവേഴ്സിറ്റീസ് എ സെൻറ്റർ ഓഫ് എക്സലൻസ് which in return will produce trained and skilled manpower capable of resolving social economic problems and contributing economic പ്രോഗ്രസ്. അതായത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ എക്സലൻസ് കൂട്ടുക. അങ്ങനെ എക്സലൻസ് കൂട്ടുന്നത് വഴി എന്താണ്, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവേഴ്സ് നമുക്ക് കിട്ടും. അങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള മാൻ പവേഴ്സ് കിട്ടുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഇടയിലുള്ള സോഷ്യൽ എക്കണോമിക് പ്രോബ്ലംസിനെ റിസോൾവ് ചെയ്യാനായിട്ട് അവർ കേപ്പബിൾ ആവും. അതുപോലെ തന്നെ നമ്മുടെ കൺട്രിയുടെ പ്രോസ്പെറിറ്റി അല്ലെങ്കിൽ എക്കണോമിക് പ്രോഗ്രസ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതാണ് പറയാം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടു അസസ് ദ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഓൾസോ ഇംപ്ലിമെൻറ്റ് പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസ് അപ്രോപ്രിയേറ്റ് ഫോർ ദ ഡെവലപ്മെൻറ്റ്. അതായത് യൂണിവേഴ്സിറ്റീസിൻ്റെ ഫിനാൻഷ്യൽ നീഡ്സ് മനസ്സിലാക്കുക, അവർക്ക് വേണ്ട പ്രോപ്പർ ഫണ്ടിങ് കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസോ പ്ലാൻസോ അവരുടെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ഡെവലപ്പ് യൂണിവേഴ്സിറ്റീസ് ഇൻ സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് സ്റ്റുഡൻറ്റ് മൊബിലിറ്റി. അതായത് സ്റ്റുഡൻറ്റിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിന് അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറേ പ്രോഗ്രാംസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട നീഡ്സ് മനസ്സിലാക്കി അവരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ഫോസ്റ്റർ നാഷണൽ, റീജിയണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലിങ്കേജസ് ആൻഡ് കൊലാബറേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ടു എൻഷുർ ദി എക്സ്ചേഞ്ച് ഓഫ് നോളജ് ആൻഡ് റിസർച്ച്. അതായത് ഇൻ്റർനാഷണൽ ലിങ്കേജസ് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനാണ് ഇത് പറയുന്നത്. അതായത് ടീച്ചിങ് ആൻഡ് ലേണിങ്ങിൻ്റെ ഫീൽഡിൽ ഒരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിലോട്ട് ഉയർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറയാം. അപ്പോൾ മെയിനായിട്ട് UGCയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അങ്ങനെ
നല്ലൊരു എക്സലൻസി ഉള്ള ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ വഴി നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവറിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കൺട്രിയിലെ എക്കണോമിക് പ്രോഗ്രസ് അല്ലെങ്കിൽ പ്രോസ്പെറിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു, യൂണിവേഴ്സിറ്റീസിന് പല ഫിനാൻഷ്യൽ നീഡ്സ് ഉണ്ടാവും. ഫിനാൻഷ്യൽ നീഡ്സിനെ അസസ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലിങ്കേജസ് ആണ്. എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഇന്റർനാഷണലി അവിടെ ഒരു ടീച്ചിങ് ലേണിംഗ് എക്സ്ചേഞ്ചസ് അല്ലെങ്കിൽ നോളജ് എക്സ്ചേഞ്ചസ് നടത്തുക എന്നുള്ളതാണ്. ഇത്രയാണ് മെയിനായിട്ട് UGCയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷൻസ് ആണ്, ഫങ്ഷൻസ് ഓഫ് UGC. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു എൻക്വയർ ഇൻ ടു ദി ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതായത് യൂണിവേഴ്സിറ്റീസിന് എന്തെങ്കിലും ഫിനാൻഷ്യൽ നീഡ്സ് ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? UGC ആണ്. അതുപോലെ തന്നെ ലൊക്കേറ്റ് ആൻഡ് ഗ്രാൻസ് ടു യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് ഫോർ ദ ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ്. ഇപ്പോൾ കോളേജസിനായാലും യൂണിവേഴ്സിറ്റീസിനായാലും കുറേ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ വരും. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഗ്രാൻസ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള UGCയുടെ മെയിൻ ഫംഗ്ഷനിങ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും ഒരു ഫംഗ്ഷനിങ് ആണ് UGCയുടെ. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പ്, സ്കോളർഷിപ്സ് ഒക്കെ സ്റ്റുഡൻസിനായാലും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് UGCയുടെ ഒരു ഫംഗ്ഷനിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ സജസ്റ്റ് മെഷേഴ്സ് ഫോർ ദി ഇംപ്രൂവ്മെന്റ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. ഇത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സജസ്റ്റീവ് മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് റെഗുലേഷൻസ് ഓൺ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ട ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് UGCയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിങ് ആണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിന്റെ ഫംഗ്ഷനിങ്, അക്കാഡമിക് ഫംഗ്ഷനിങ് ഒക്കെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതും UGCയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഡിറ്റർമിൻ ആൻഡ് മെയിൻറ്റെയിൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ്, എക്സാമിനേഷൻ, റിസർച്ച് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള റിസർച്ചസ്, അതുപോലെ തന്നെ എക്സാമിനേഷൻസ്, അതുപോലെ തന്നെ ക്വാളിറ്റി ടീച്ചിങ്, ഇതെല്ലാം നോക്കിക്കാണുക എന്ന് പറയുന്നത് UGCയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെയാണ് റിസർച്ച് പ്രോഗ്രാംസ്, യൂണിവേഴ്സിറ്റിയിലുള്ള റിസർച്ച് പ്രോഗ്രാംസിനെ കോർഡിനേറ്റ് ചെയ്യുക, സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതും UGCയുടെ ഒരു ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയാൻ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ട് എക്സാമിനേഷൻ സച്ചസ് നെറ്റ്, JRF, അതുപോലത്തേക്കുള്ള സ്കോളർഷിപ്പ് എക്സാംസ്, റിസർച്ച് സെൻറ്റേർഡ് എക്സാംസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതും UGCയുടെ മെയിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ടീച്ചേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള റൂൾസും റെഗുലേഷൻസ് എല്ലാം ഉണ്ടാക്കുക എന്നുള്ളതും UGCയുടെ മെയിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷനിങ് ആണ്. അപ്പോൾ മെയിനായിട്ട് UGCയുടെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ നീഡ്സ് അസസ് ചെയ്യുക, അവർക്ക് ഗ്രാൻസ്, കോളേജ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഗ്രാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേണ്ട സ്കോളർഷിപ്സ് അല്ലെങ്കിൽ ഫെലോഷിപ്സ് ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സജസ്റ്റീവ് മെഷേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സജസ്റ്റീവ് മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട റൂൾസ് റെഗുലേഷൻസ് എല്ലാം ഉണ്ടാക്കുക. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള, അതായത് റിസർച്ച് സെൻറ്റേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മെയിനായിട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുക, അതായത് കോമ്പറ്റീറ്റീവ് എക്സാംസ് സച്ചസ് നെറ്റ് പോലത്തുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ടീച്ചിങ് എക്സ്പീരിയൻസ്, ടീച്ചിങ് ക്വാളിറ്റി, അതുപോലെ തന്നെ എക്സാമിനേഷൻ, പിന്നെ ഹയർ എഡ്യൂക്കേഷനുള്ള റിസർച്ചസ് കണ്ടക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? UGC ആയിരിക്കും. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് UGCയുടെ മെയിനായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് UGCയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി. അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ഒരു എപ്പെക്സ് ബോഡിയാണ് എന്ത് പറയുന്നത്? യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്.